ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു ബെഡ്ഷീറ്റെല്ലാം വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗോവിന്ദ് ഇത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതൊന്നും വിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഗീതു, ഞാനിതൊന്നും ഇല്ലാത്ത സമയത്തും നിലത്തൊക്കെ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പഴയ കഥ പറയുവാണ് കേട്ടോ. ഇങ്ങനെ ഗീത ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗീതു തിരിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഇനി രാധിക അമ്മയുടെ താരാട്ടിൻ്റെ കഥയിലോട്ടായിരിക്കും ചെന്ന് ഇത് അവസാനിക്കുന്നതെന്ന് എനിക്കറിയാം. അവിടെ ഇരിക്കാണ്ടെങ്കിൽ വാ, രണ്ടുപേരും കൂടെ വിരിക്കാം, ഇതൊക്കെ പഠിക്കണ്ടേന്ന് ചോദിച്ച് വിളിച്ച് ബാക്കി വിരിപ്പിക്കുവാണ് കേട്ടോ. എന്നിട്ട് വിരിച്ചിട്ട് രണ്ടുപേരും കിടക്കുവാണ്. ആ സമയത്ത് കാഞ്ചന ഓരോ പ്രയാസനമായിട്ട് കണ്ട് പേടിച്ച് പറിച്ചിരിക്കുവാണ്. ആ സമയത്ത് ധ്യാൻ രഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മുറിയുടെ താഴെയുണ്ട്, വാ, എന്തായാലും നിന്നെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയുവാണ്. രഞ്ജു എന്ന് ജനൽ തുറന്ന് നോക്കുമ്പോൾ ധ്യാൻ താഴെ നിൽക്കുന്നതാണ് കേട്ടോ. ഈ സമയത്ത് പേടിച്ച് പറിച്ച് കാഞ്ചന എന്തോ ഒച്ച കേട്ട് ജനലിൽ അവിടെ നോക്കുമ്പോൾ ധ്യാൻ ഇങ്ങനെ അകത്തോട്ട് കയറി വരുന്ന കാണും ആ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട്. പക്ഷെ ധ്യാനാന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് കാഞ്ചന ഓർക്കുന്നത് രാധിക പറഞ്ഞ പോലെ ഒരു മുറിയിലുണ്ടായിരുന്ന ആവി എന്ന് പറയുന്നത് ഗോവിന്ദൻ്റെ അച്ഛനാണല്ലോ. ഗോവിന്ദൻ്റെ അച്ഛൻ്റെ പ്രേതമാണെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ ഹാളിലിങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആരോ തുണിയൊക്കെ ഇട്ട് തലക്കൂടെ തുണിയിട്ട് വരുന്ന കാണുവാണ്. അപ്പോൾ പെട്ടെന്ന് കാഞ്ചന മനസ്സിൽ പറയുമോ, ഓ ഇത് ഗീതുപ്പാപ്പയായിരുന്നോ, ഗീതുപ്പാപ്പയ്ക്ക് അവിഹിതം ഇരുപ്പാ, അപ്പോൾ ആ ചെറുക്കനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എല്ലാവരോടും പറഞ്ഞിട്ടേ ഉള്ളൂ, ഇന്ന് ഗീതുപ്പാപ്പേനെ പൊക്കിയിട്ടേ ഉള്ളൂ, രാധിക മാമിക്ക് സന്തോഷമാവും എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് രഞ്ജുത്ത് പയ്യെ തുണിയൊക്കെ തലയിലിട്ട് പോയി ഡോറ് തുറന്ന് വെള്ളോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ കാഞ്ചന പയ്യെ പോയി ഒളിഞ്ഞിരുന്ന് നോക്കി കാണുവാണ് കേട്ടോ ഗീതുവാന്നോർത്ത്. ആ സമയത്ത് ഗീതു മുറി കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. പെട്ടെന്ന് ഗീതു എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഫുൾ വെള്ളവും തീർന്നിരിക്കുവാണ്. ഗോവിന്ദിൻ്റെ കിടത്തൊക്കെ കണ്ടിട്ട് ഗീതുവിന് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഡാൻസ് കളിച്ചാണോ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഗീതു ആ ജഗ്ഗ് എടുത്തുകൊണ്ട് താഴേക്ക് പോവുകയാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ധ്യാനും രഞ്ജുവും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കെട്ടിപ്പിടിക്കുന്നൊക്കെ കാണുവാണ് കേട്ടോ. ഈ സമയത്ത് കാഞ്ചന മനസ്സിൽ പറയാം, എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കണം, ഗീതുപ്പാപ്പൻ ഇന്ന് കൈയോടെ പൊക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വാതിലിൻ്റെ അവിടെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗീതു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുവാണ് കേട്ടോ. അപ്പം കാഞ്ചന ശരിക്കും പേടിച്ചുവാണ്. അവിടെയും ഗീതുപ്പാപ്പ, ഇവിടെയും ഗീതുപ്പാപ്പയാണ്. അപ്പോൾ ഗീതു ഇതെന്താ ഈ പൂച്ചിരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, അല്ല അവിടെ ഒരു പ്രേതം എന്ന് പറയും. പ്രേതമെന്ന് ഓർത്ത് ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ ഗീതു രഞ്ജുവിനെയും ധ്യാനെയും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവരെ പിടിക്കാൻ കാരണമാവുണ്ടെന്ന് ഓർത്ത് ഗീതു പറയും, അതിനവിടെ ആരും ഇല്ലല്ലോ എന്ന് ഇച്ചിരി ഓർക്കെ പറയുമ്പോഴേക്കും ഇവർ രണ്ടും അതിലങ്ങോട്ട് മാറി നിൽക്കും. ഇവർക്ക് മനസ്സിലാവും ഗീതു വന്നു അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും. അപ്പോഴേക്കും കാഞ്ചന നോക്കുമ്പോൾ അവിടെ ആരെയും കാണുകയില്ല. അപ്പോൾ കാഞ്ചന പറയും, നേരാ ആരുമില്ല. എന്നിട്ടിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പാടെ കാഞ്ചന ടപ്പേന്ന് പറഞ്ഞ് ബോധം കെട്ട് താഴോട്ട് വീഴുവാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് രഞ്ജു അകത്തോട്ട് വരും. അപ്പോഴേക്കും ഗീതു ചോദിക്കും, നിങ്ങൾക്കൊന്ന് കാണുന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഞാൻ പറയും, എന്നാൽ ഞാൻ പോവാന്ന് പറയാണ്. അപ്പോഴേക്കും ഗീതു പയ്യെ ചിരിച്ചിട്ട് പറയും, ചെല്ലെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കാഞ്ചനയ്ക്ക് ബോധം വരാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ തട്ടി വിളിക്കുവാണ് രഞ്ജു ഗീതുകൊണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറയും, അത് നമ്മുടെ രാധിക മാമി പറഞ്ഞത് കറക്റ്റാ, മാമൻ്റെയും മാമിയുടെ ആവി ഞാൻ കണ്ടു എന്ന് വെച്ചാൽ ഗോവിന്ദൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആവി ഉണ്ടായിരുന്നു, അവർ രണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ടോയെന്ന് പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ രഞ്ജുവിനെ നോക്കിയിട്ടൊക്കെ ഒരു കള്ളച്ചിരി ഇരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ പറയുകയാണ്, എന്തായാലും വാ, മുറി കൊണ്ട് കിടത്താം, വാന്ന് പറഞ്ഞ് കാഞ്ചനനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന കിഷോറിനെയാണ്. കിഷോർ മുറിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയെന്നടുത്ത് അപർണയുടെ ഫോൺ ബെല്ലടിക്കുകയാണ് കേട്ടോ. അപ്പം മനസ്സിൽ പറയുമോ, ഇത് മറ്റവനായിരിക്കും അവളുടെ, അല്ലാതെ വേറെ ആരാന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറയും, ഇന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ട്, വരണം എന്ന് പറയും കേട്ടോ. ആ സമയത്ത് അപർണ ചോദിക്കും, ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാന്ന് പറയും. അപ്പോൾ അപർണ പറയും, നീ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ ഇവൻ പറയും, ഞാൻ വരുവല്ല, എന്നെ വെറുപ്പുള്ളവരോട് ഞാൻ വരുവല്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, എൻ്റെ ഷെയറിങ് വന്നു കഴിഞ്ഞാൽ നീ ആരോടെ വേണേലും പൊക്കോ എന്ന് പറയുവാണ് കേട്ടോ അപർണയോട്. അപ്പോൾ അപർണയോ മനസ്സിൽ പറയുന്നുണ്ട്, നിന്നോട് എന്താ കാണിക്കണ്ടേ, ആരെ കൊണ്ടുപോകണ്ടേന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം എന്നും പറഞ്ഞ് അപർണ അങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.